ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആതിര സരസ്വത് ചേരുന്നു. പ്രതി എന്ത് ആവശ്യപ്പെട്ടാണ് ഈ ജാമ്യം ആവശ്യപ്പെട്ടത്? ഇപ്പോൾ എന്തുകൊണ്ടാണ് തള്ളിയത്? കഴിഞ്ഞ മാസമായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്തത്. ഇവരുടെ പ്രണയം അവസാനിച്ച മൂലം ആദിത്യയ്ക്ക് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. തുടർന്നായിരുന്നു ആദിത്യ ആത്മഹത്യ ചെയ്തത്. ഈ വിഷയത്തിൽ ഈ ആത്മഹത്യയിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയാണ് തള്ളിയത്. പെൺകുട്ടിയുടെ മുൻ സുഹൃത്ത് ബിനോയുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അതായത് ഇനി തള്ളിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കഴിഞ്ഞ മാസമായിരുന്നു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടി ജീവനൊടുക്കിയത്. പ്രതിയായ ബിനോയിയുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ വഞ്ചിയൂർ കോടതി തള്ളിയിരിക്കുന്നത്. ആ വിവരങ്ങളുമായി ആതിര ചേരുന്നു. ആതിര, ഇപ്പോൾ കോടതി എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട്? കഴിഞ്ഞ മാസമാണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആദിത്യ ആത്മഹത്യ ചെയ്തത്. ആദിത്യയും ബിനോയും തമ്മിലുള്ള പ്രണയം അവസാനിച്ചതിനെ തുടർന്ന് ആദിത്യയ്ക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. ഈ സൈബർ ആക്രമണത്തിന്റെ പേരിലായിരുന്നു ആദിത്യ ആത്മഹത്യ ചെയ്തത്. എന്നാൽ പ്രതിയുടെ ജാമ്യാപേക്ഷ വഞ്ചിയൂർ കോടതി തള്ളുകയാണ് ഉണ്ടായത്. പെൺകുട്ടിയുടെ മുൻ സുഹൃത്ത് ബിനോയുടെ ജാമ്യാപേക്ഷയാണ് നിലവിൽ തള്ളിയിരിക്കുന്നത്. ശരി ആതിര, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ആ വിവരങ്ങളായിരുന്നു ആതിര സരസ്വത് നൽകിയത്.